ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പപ്പടം ചുട്ടെടുത്ത് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ഇതിലേക്കുള്ള പപ്പടം ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 4 പപ്പടം എടുത്തിട്ടുണ്ട്. ഇതുപോലെ പപ്പടക്കോലിൽ കുത്തിയിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ചുടുന്നത്. സാധാരണ അടുപ്പത്താണെങ്കിൽ വിറകടുപ്പിലാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും, നല്ലൊരു ഫ്ലേവർ കിട്ടാനും പിന്നെ ഒന്നുകൂടെ ഹെൽത്തി അതായിരിക്കും. അപ്പോൾ ഞാനിവിടെ പപ്പടം ചുട്ടെടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി വേണം, അതും ഇതുപോലെ ഈ കോലിൽ കുത്തിയിട്ട് ചുടുകയാണ് കേട്ടോ. മീഡിയം സൈസിലുള്ളൊരു 10 മതി. ഞാനിവിടെ ചെറുതൊക്കെ ആയതുകൊണ്ട് 10-ലധികം എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും ചുട്ടിട്ട് അതൊന്ന് മാറ്റി വെക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചുവന്ന മുളക്, അതായത് വറ്റൽമുളകാണ്. അപ്പം അതും ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകും, ജസ്റ്റ് ഒന്ന് തീൻ്റെ മുകളിൽ കാണിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിവിടെ ചുട്ടെടുത്ത മുളകും ഉള്ളിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള പുളിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുക. ഇനിയാണ് നമ്മളിവിടെ ചുട്ട് വെച്ചിട്ടുള്ള പപ്പടം ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കറക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം ചുട്ടരച്ച ചമ്മന്തി റെഡി ആയിട്ട് കിട്ടും. പപ്പടത്തിൽ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ചേർക്കുക കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പപ്പടം ചുടാതെ പൊരിച്ചെടുത്തിട്ട് നമ്മൾ മുൻപൊരു ചമ്മന്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചമ്മന്തിയും ഇതും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്